ഹോളി സ്പെഷ്യലായിട്ട് നമുക്കിന്ന് ഗുജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫില്ലിങ്സ് കൊടുക്കും. ഇന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന മാവയും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ആണ്. 2 കപ്പ് മൈദാമാവ് എടുത്ത് അതിലേക്ക് ഉപ്പും നെയ്യും വെള്ളവും ചേർത്തിട്ട് പൂരിക്കെല്ലാം കുഴയ്ക്കുന്ന മാതിരി നന്നായിട്ട് തിക്കായിട്ട് കുഴച്ച് അതൊരു തുണി വെച്ച് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് അത് ഒന്ന് വശങ്ങി വരുമ്പോഴേക്കും നാളികേരവും ഇട്ട് വീണ്ടും വശക്കുക. നാളികേരത്തിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് റൈസിൻസും ഏലക്കാപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കോയും 1 സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ മിക്സ്ചർ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മൈദമാവ് പൂരിയുടെ ഷേപ്പിൽ പരത്തി ഗുജിയ മേക്കറോ അല്ലെങ്കിൽ കൈയോ ഉണ്ടോ ഇതുമാതിരി വെച്ചിട്ട് ഉള്ളിൽ ഈ ഫില്ലിംഗ് നിറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. എഡ്ജസ് ഫോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഡിസൈൻ ചെയ്യാം. ഇത് എണ്ണയിലോ നെയ്യിലോ ഇട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ എണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ നല്ല മധുരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ കുറച്ച് സാഫ്രോണും ആഡ് ചെയ്ത് പഞ്ചസാരയും നാരങ്ങ നീരും ആഡ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഈ ഷുഗർ സിറപ്പ് ഒന്ന് തണുത്തതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുജിയാസ് അതിലിട്ട് നന്നായിട്ട് കൂട്ടിയത് നമുക്ക് സെർവ് ചെയ്യാം.